തിരുനക്കര മഹാദേവനോട് ചേർന്ന്, അല്ലെ, വിശ്വരൂപനോട് ചേർന്ന്, പിന്നെയോ ശ്രീരാമ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം, സ്വാമിയാർ മഠം, അവിടുത്തെയൊക്കെ അന്തേവാസിയായിട്ടുള്ള വിശാലാക്ഷി അമ്മയാണ് നമുക്കിനി ഇന്നത്തെ മധ്യാഹ്ന പ്രഭാഷണത്തിലെ പ്രഥമ പ്രഭാഷണം. പഞ്ചമസ്കന്ധത്തില് 6-ാമത്തെ അധ്യായം. ഋഷഭോപദേശമൊക്കെ കഴിഞ്ഞ് ഋഷഭദേവൻ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് സന്യാസികൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ആ തൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയായിട്ട് കാണിച്ച ആ ഋഷഭദേവന്റെ ചരിത്രം നമുക്ക് വിശാലാക്ഷി അമ്മയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം, ഓരോ സത്സംഗങ്ങളിലും ഓരോരോ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങളായിട്ടും പാരായണമായിട്ടും വിശേഷാൽ കീർത്തനം, അതും രാഗത്തോടു കൂടിയിട്ടുള്ള വായനയും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये। गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा, गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। यं प्रव्रजन्तमनिवेदमवेदकृत्यं द्वैपायनो विरहकातुरजुहाव पुत्रेति तन्मयतया तरवोऽभिनेन्दु तं सर्वभूतहृदयं मुनिमानतोऽस्मि। अज्ञान अंधकारेभ्यः ज्ञानतत्त्वं प्रबोधयत् सूर्यदीप्त्या जाज्वल्यमानं गुरुवर्यान् नमाम्यहम्। हरि ओम्। यस्मिन् इदं यदिदं यदिदं यदस्मात् उत्तीर्णरूपमपि पश्यति यः समष्टं नो दृश्यते वचसा मनसश्च दूरे यद्वादिजातिमहसे प्रणमामि तस्मै। हरि ओम्. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഭാഗവതാചാര്യനായ മനുത്തിരുമേനിക്കും പിന്നെ പിറന്നാൾ ആഘോഷിക്കുന്ന അച്ഛൻ തിരുമേനിക്കും ഭാഗവതോപാസനയിലെ എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം അർപ്പിക്കുന്നു. ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് പഞ്ചമത്തിലെ ആറാമത്തെ അധ്യായമാണ്. പക്ഷെ അതിനു മുമ്പ് ഭഗവാനെ പറ്റി കുറച്ചെങ്കിലും പറയാമെന്ന് വിചാരിക്കുന്നു. ഋഷഭഗവാന്റെ ജനനവും അദ്ദേഹത്തിന്റെ കുറച്ച് ഉപദേശങ്ങളും പറഞ്ഞ ശേഷം ആറാമത്തേൽ ഒരുപാട് അങ്ങനെ പറയാനൊന്നുമില്ല. എന്നാലും ആ ഉപദേശങ്ങൾ, അവർക്ക് സന്യാസിമാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ തിരുമേനി പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്കറിയാം, മനുഷ്യജീവിതം കേവലം ഭുജിച്ചു തീർക്കാനുള്ളതല്ല എന്നും, പിന്നെ നമ്മുടെ ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ തിരുമേനിയുടെ വാക്കുകളിൽ നിന്നും എന്നും നമ്മൾ ഈ ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ആ ആത്മാനന്ദത്തിലേക്ക്, അതായത് സച്ചിത് ആനന്ദഭാവത്തിലേക്ക് എത്തിച്ചേരാൻ ഉള്ളതാണ് നമ്മുടെ ഈ ജീവിതം എന്ന് ഭാഗവതം അഴിവിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഈ സത്സംഗം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് ഭഗവാനും പറയുന്നു. തിരുമേനിയുടെ ഉപാസനയിലൂടെ നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ 4-ാമത്തെ സ്കന്ധത്തിലെ 31 അധ്യായങ്ങൾ കൊണ്ട് വിസർഗം എന്ന ലീലയാണ് വിവരിക്കുന്നത്. അതിനുശേഷം 5-ാമത്തെ സ്കന്ധത്തില് 26 അധ്യായങ്ങൾ കൊണ്ടാണ് കൊണ്ട് സ്ഥാനം എന്ന ആ ലീലയെ വർണ്ണിക്കാൻ തുടങ്ങുന്നു. പിന്നെ അതാത് പദാർത്ഥങ്ങളെ അതാതിൻ്റെ മര്യാദ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പരിധി, ആ പരിധിയിൽ നിലനിർത്തുന്നതുമായ ആ ഈശ്വര ശക്തിയാണ് തന്നെയാണ് സ്ഥിതി എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെ പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ 24-ഉം ജീവാത്മാവും പിന്നെ ബ്രഹ്മഭാവം പരമാത്മാവും എന്ന് രണ്ടും ചേർന്ന് 26 പദാർത്ഥങ്ങൾ അടങ്ങിയ സ്ഥിതി ലീലയെ വർണ്ണിക്കുന്നു. ഈ 5-ാം സ്കന്ധത്തിൽ 26 അധ്യായങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ
ഇവിടെ ഈ സ്ഥിതി എന്ന് പറയുന്നത് രണ്ടു വിധത്തിലുണ്ടെന്ന് പറയുന്നു. സ്വരൂപസ്ഥിതിയും ദേശസ്ഥിതിയും ഉണ്ടെന്ന് പറയുന്നു. ഈ ഓരോന്നിനെയും പിന്നെയും 3 പ്രകരണങ്ങളായിട്ട് വേർതിരിച്ചു. അങ്ങനെ 6 പ്രകരണങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അതിൽ സ്വരൂപസ്ഥിതിയെ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന് 3ആയും, ദേശസ്ഥിതിയെ ഭൂമിയുടെ സ്ഥിതി, ഊർധ്വലോകസ്ഥിതി, അധോലോകസ്ഥിതി എന്ന് 3ആയും, ഇങ്ങനെ 6 പ്രകരണങ്ങളായും വേർതിരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ഗുണങ്ങൾ ഐശ്വര്യം, വീര്യം, യശസ്, സ്ത്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാണ്. ഇത് സംബന്ധിച്ച 6 അധ്യായങ്ങളാണ് പിന്നെ പറയുന്നത്. പിന്നെ 8 അംശങ്ങളുള്ള യോഗങ്ങളെ വിവരിക്കാൻ വേണ്ടി 3 അധ്യായങ്ങളുമുണ്ട്. പിന്നെ ജ്ഞാനത്തെ വിവരിക്കാൻ 1 അധ്യായം. ഇങ്ങനെ 6ഉം 8ഉം 1ഉം 15 അധ്യായങ്ങൾ സ്വരൂപവർണ്ണനയാണ്. പിന്നെ ഭൂമിയിൽ പഞ്ചഭൂതങ്ങളുടെ പ്രാധാന്യം കാണിക്കാൻ 5 അധ്യായം ഉണ്ട്. അതിൽ ഊർധ്വലോകം, അധോലോകം വർണ്ണിപ്പാൻ 3 അധ്യായങ്ങളുണ്ട്. അങ്ങനെ 6 അധ്യായങ്ങളുണ്ട്. അങ്ങനെ 15ഉം 5ഉം 6ഉം 26 അധ്യായങ്ങളാണ് പഞ്ചമസ്കന്ധത്തിൽ ഉള്ളത്. പിന്നെ ഭഗവാന്റെ അംശാവതാരമായ ഋഷഭചരിതമാണ് പഞ്ചമസ്കന്ധത്തിലെ ആദ്യത്തെ 6 അധ്യായത്തിൽ നാം കാണുന്നത്. ഇനി ഇവിടെ പ്രഭാഷണ വിഷയം അധ്യായം 6ആണ്. അത് ഋഷഭ ഭഗവാന്റെ ത്യാഗവും പിന്നെ മുനിമാർക്ക് ഉപദേശിച്ച വിഷയങ്ങളുമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതിനു മുമ്പ് നമുക്ക് ഭഗവാന്റെ ജനനവും ഭഗവാന്റെ ഗൃഹസ്ഥ ജീവിതവും പുത്രന്മാർക്ക് കൊടുക്കുന്ന ഉപദേശവും കൂടി കുറച്ച് ശ്രവിക്കാമെന്ന് വിചാരിക്കുന്നു. അതില് നമുക്കറിയാം, ആദ്യത്തെ ഇതില് സ്വയംഭൂവന്റെയും ശതരൂപയുടെയും പുത്രനായ പ്രിയവ്രത ചരിത്രമാണ് ആദ്യത്തിൽ പറയുന്നത്. പിന്നെ അടുത്തതില് അഗ്നീന്ദ്രന്റെ കഥ പറയുന്നു. പിന്നെ 3ല് അഗ്നീന്ദ്ര പുത്രനായ നാഭിയുടെ കഥ പറയുന്നു. പിന്നെ ഇവിടെ സാക്ഷാൽ ഋഷഭദേവൻ നാഭിയുടെ പുത്രനായി അവതരിക്കുന്നു എന്ന കഥയും ഈ ഇതിൽ പറയുന്നു. പിന്നെ 4ാം അധ്യായത്തിൽ 4ഉം 5നുമായിട്ടാണ് ഭഗവാൻ തന്റെ പുത്രന്മാർക്ക് ഉപദേശം നൽകുന്നത്. 6ലാണ് ഭഗവാന്റെ ദേഹത്യാഗം. പിന്നെ വിഷയത്തിന് കടക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. ഋഷഭദേവന്റെ കഥ പറയാൻ കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇവിടെ മേരുദേവിക്ക് അഗ്നീന്ദ്രപുത്രനായ നാഭിക്കും ഭഗവത് അംശമായ ഋഷഭൻ എന്ന പുത്രൻ ഉണ്ടായി എന്നും ശ്രേഷ്ഠനും കവികളിൽ കീർത്തിക്കപ്പെട്ടവനുമായ ശരീരം കൊണ്ടും തേജോബല ശ്രീ യശോവൈഭവം കൊണ്ടും നാഭി പുത്രന് ശ്രേഷ്ഠൻ എന്ന അന്വർത്ഥമായിട്ടുള്ള പേര് ഇട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ തൻ്റെ വർഷം കർമ്മഭൂമി എന്ന് കരുതി ഋഷഭദേവൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു തൻ്റെ ജീവിതചര്യയിലൂടെ. പിന്നെ ഗുരുകുലവാസം കഴിഞ്ഞ് ഗുരുവിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ഇന്ദ്രൻ നൽകിയ ജയന്തി എന്ന യുവതിയെ പരിണയിച്ച് 100 പുത്രന്മാർക്ക് ജന്മം നൽകിയെന്ന് പറയുന്നു. ഇതിനെ സർവധർമ്മങ്ങളും വ്യക്തമാക്കുന്ന വേദരഹസ്യം സ്വയം അറിയാമെങ്കിലും ഋഷഭദേവൻ ബ്രാഹ്മണൻ കാട്ടിക്കൊടുത്ത ധർമ്മത്തിലൂടെയാണ് സാമാന്യ ഉപായങ്ങൾ കൊണ്ട് ലോകം പാലിച്ചത് എന്ന് 4ൽ പറയുന്നു. 5ല് ഋഷഭദേവൻ പുത്രന്മാർക്ക് നൽകുന്ന ഉപദേശമാണ് ആത്മതത്വത്തെ തന്നെയാണ് ഉപദേശിക്കുന്നത്. അത് എങ്ങനെ നേടിയെടുക്കാം എന്ന ഉപദേശം തന്നെയാണ് 5ൽ നൽകുന്നത്. വളരെ ശ്രേഷ്ഠമായ ഉപദേശം തന്നെയാണ് നൽകുന്നത്. പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഉപദേശം കുറച്ച് ശ്രവിക്കാം. അതായത് ആത്മജ്ഞാനം ലഭിക്കുമ്പോഴാണ് മായാബന്ധത്തിൽ നിന്നും മുക്തനാകുന്നത്. പിന്നെ ഭാര്യാപുത്രാദികളോടുള്ള സംഘം അവിദ്യ നിർമ്മിതമായ മായാമോഹത്തിൽ നിന്നും കരകയറാൻ തടസ്സമാണെന്ന് പറയുന്നു. പിന്നെ വിഷയസുഖങ്ങൾ നശ്വരമാണ് എന്ന് മനസ്സിലാക്കി നിരന്തരം ഭഗവത് ആരാധന നടത്തിയാൽ അഹം എന്ന ആ വിചാരം ഇല്ലാതായിട്ട് അഹങ്കാരഗ്രന്ഥി നശിപ്പിച്ച് നിത്യാനന്ദം നേടാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. പിന്നെ പുത്രന്മാരോട് പറയുന്നു, പുത്രന്മാരെ, നിങ്ങൾ സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, സുഖദുഃഖങ്ങൾ സമഭാവനയോടുകൂടി സഹിക്കുക, ചിന്താശീലം വളർത്തുക, വിഷയസുഖങ്ങളെ ഉപേക്ഷിക്കുക, അഹങ്കാര ബുദ്ധി ഇല്ലാതാക്കുക.
പിന്നെ ഭഗവത് കഥകൾ കീർത്തനം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുക. സകല ജീവജാലങ്ങളിലും സമദർശിത്വം ശീലിക്കുക. പിന്നെ അനാവശ്യമായി സംസാരിക്കാതിരിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, പ്രാണേന്ദ്രിയ മനസ്സുകളെ ജയിക്കുക, സകലത്തിലും സർവേശ്വരനെ കാണുക. ഇങ്ങനെ നിങ്ങൾ നിഷ്ഠകൾ പാലിച്ച് ജീവിച്ചാൽ ക്രമേണ അജ്ഞാനത്തിന് കാരണമായ ആ ഹൃദയഗ്രന്ഥി വേർപെടുത്തി കളയാൻ സാധിക്കുമെന്ന് ഉപദേശിക്കുന്നു. പിന്നെ ഉപദേശങ്ങൾ ഒരു രാജാവ് പ്രജകൾക്കും ഗുരു ശിഷ്യന്മാർക്കും പിതാവ് പുത്രന്മാർക്കും അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും സമഭാവനയോടെ പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അങ്ങനെ അവരെ യോഗമാർഗത്തിൽ കൂടി നയിക്കുകയും സകാമ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണ്ടതാണ് എന്നാണ് ഭഗവാൻ പുത്രന്മാരോട് ഉപദേശിക്കുന്നത്. പിന്നെ സകല ചരാചരങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ മനുഷ്യനാണ്. ഈശ്വര സാക്ഷാത്കാരം നേടിയ മനുഷ്യൻ ഭഗവാന് തുല്യനാണ്. അവർ ഭഗവാന് പ്രിയപ്പെട്ടവനാണ്. അവരെ ഭഗവാൻ പൂജിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവിടെ ആത്മതത്വം അറിഞ്ഞവർ അവരിലും അവരുടെ ചുറ്റിലും കാണുന്ന സകല വസ്തുക്കളിലും പ്രകാശിക്കുന്നത് ഒരേ ഒരു ഈശ്വര തത്വമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ്. അവർ ഭഗവാനിൽ നിന്നും ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് ഋഷഭദേവൻ അവിടെ ആ അധ്യായത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഉപദേശം കൊടുക്കുമ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ട പരീക്ഷത്ത് രാജാവ് ഋഷിയോട് ചോദിക്കുന്നു, സമാധിയിൽ ജ്വലിക്കപ്പെട്ട യോഗാഗ്നിയിൽ അടുത്ത ശ്ലോകം അതാണ്, 6-ാമത്തെ അധ്യായത്തിലെ ശ്ലോകം അതാണ്. നൂനം ഭഗവത് ആത്മാരാമാണാം യോഗസമീരിത ജ്ഞാനാവർജിത കർമ്മബീജാനാം ഐശ്വര്യാണി പുനഃക്ലേശദാനി ബഹുതും അർഹന്തി എതിർച്ചയാ ഉപഗതാനി എന്ന് രാജാവ് ചോദിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത്രയും പറഞ്ഞു കേട്ട് ഋഷിയോട് ചോദിക്കുന്നു, സമാധിയിൽ ജ്വലിക്കപ്പെട്ട യോഗാഗ്നിയിൽ കർമ്മവാസനകൾ ദഹിപ്പിച്ചിട്ടുള്ള ആത്മാരാമന്മാർക്ക് എതിർച്ചയാ സ്വയം വന്നു ചേരുന്ന ഐശ്വര്യാദികൾ ക്ലേശമായി തീരുകയില്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതിന് മറുപടിയായി ഭഗവാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ആ 2 ശ്ലോകങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ എല്ലാം ഇവിടെ പറയുന്നില്ല. അതായത് നകുര്യാത് കർഹിചിത് സഖ്യം മനസ്സി ഹ്യനവസ്ഥിതേ യദ് വിശ്രംഭാചിരാചീർണം ചസ്കന്ധത്തപ ഈശ്വരം നിത്യം ദദാതി കാമസ്യ ഛിദ്രം തമനിയേ അറിയാ യോഗിനകൃതമൈത്രസ്യ പത്രുജായേവ പുംശ്ചലി കാമോ മന്യുർമതോ ലോഭ ശോകമോഹഭയാദയ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സ് ചഞ്ചലമായാൽ മനസ്സാണ് പ്രധാനം. അത് ചഞ്ചലമായാൽ വിവേകികളായ ചിലർ ചടനായ കിരാതന്മാർ പിടിക്കപ്പെട്ട മൃഗങ്ങളെ പോലെ ഒരിക്കലും അത് ഒന്നും ബാക്കിയുള്ളവർ പറയുന്നത് വിശ്വസിക്കില്ല. പിന്നെ ചഞ്ചല മനസ്സിൽ വളരെ കാലം സമ്പാദിച്ച ശക്തന്മാരുടെ മനസ്സുപോലും, അതായത് സമാധിയിൽ എല്ലാം അനുഭവിച്ചവർ പോലും ചിലപ്പോൾ ഇങ്ങനെ മനസ്സിന്റെ ചഞ്ചലത കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നെ അവരുടെ പറയുന്നത് മഹാശക്തന്മാരുടെ മനസ്സ് പോലും നട്ടുപോകുമെന്നാണ്. അതിനെ തുടർന്ന് അവർക്ക് കോപാദി ദോഷങ്ങൾക്കും വിശ്വസിക്കുന്ന ഭർത്താവിന്റെ കുടലയായ ഭാര്യ ജാരന്മാർ എന്ന പോലെ അവസരം കൊടുക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് ക്രോധം സർവനാശത്തിനും കാരണമാകുമെന്ന് ഗീതയിലും പറയുന്നുണ്ടല്ലോ. കാമം, ക്രോധം, മതം, ലോഭം, ശോകം, മോഹം, ഭയം, കർമ്മം, ബന്ധം എന്നിവ ചലന മനസ്സിൽ ഉണ്ടാകുമ്പോൾ വിവേകിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ മനസ്സിനെ വിശ്വസിക്കുക? പിന്നെ ചഞ്ചല മനസ്സിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകും. ഭാഗവതം അത് തരണം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നമുക്ക് പറയുന്നത്. ചഞ്ചലം ഹി, അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ചഞ്ചലം ഹി ഗീതയിൽ പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലവദൃഢം അസ്യാകം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വായുവിനെ പോലെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ ഗീതയിലും ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് ഒരിക്കലും ചഞ്ചലമാകാതിരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത അധ്യായത്തില് നമുക്ക് ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. പിന്നെ ഋഷഭദേവനും കഥ കേട്ട്
അല്ല, നമുക്ക് പിന്നെ അടുത്ത അധ്യായത്തില് പറയുന്നുണ്ട്, ഈ ധർമ്മത്തിന്റെ ഇരിപ്പിടമായ ശുദ്ധ സത്വരൂപമാണ് ഭഗവാന്റെ ഹൃദയം. പിന്നെ എൻ്റെ ശുദ്ധതത്വമായ ഹൃദയം കൊണ്ടുണ്ടായ നിങ്ങളെല്ലാവരും മഹാനും ജ്യേഷ്ഠനുമായ ഭരതനെ തന്നെ സേവിച്ചാലും എന്ന് പറയുന്നു. ഇതിനു ശേഷം അദ്ദേഹം എല്ലാ പുത്രന്മാരെ എങ്ങനെ ഉപദേശിച്ച് ഋഷഭൻ ഭരതനെ രാജാവാക്കി വാഴിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് രാജധാനി വിട്ട് പുറത്തേക്ക് പോയി. പിന്നെ അദ്ദേഹം എങ്ങനെയാ നടന്ന് അടുത്ത അധ്യായത്തിൽ ഇതാണ് പറയുന്നത്. അദ്ദേഹം മുടി അഴിച്ചിട്ട് മൂകനായും ബധിരനായും പോലെ ദിഗംബരനായി സഞ്ചരിച്ചു. പിന്നെ ഉന്മത്തനെ പോലെ അലയുന്ന ഋഷഭനെ ആളറിയാതെ ചിലർ കല്ലെറിയുകയും ഉതിരുകയും ചെയ്തിരുന്നു. എന്നാലും ഒന്നുകൊണ്ടും ഒരു ഭാവഭേദവും അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന് പറയുന്നു. അദ്ദേഹം ചിലപ്പോൾ അജഗരാവൃത്തിയും ചിലപ്പോൾ ഗോമൃഗ കാകവൃത്തിയും സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതായത് പെരുമ്പാവനെ പോലെ ഒരിടത്ത് കിടന്ന് അവിടെ തൻ്റെ അടുത്തേക്ക് വരുന്ന ആഹാരം മാത്രം കഴിക്കുന്നതിനെയാണ് അജഗരാവൃത്തി എന്ന് പറയുന്നത്. അവിടെ മൃഗങ്ങളെ പോലെ നടന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും മലമൂത്ര വിസർജനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ ഗോമൃഗ കാകവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഭാഗവതത്തിന്റെ പിന്നെ ഋഷഭദേവന്റെ കഥ കേട്ട് ഇവിടെ പറയുന്നുണ്ട്, അഷ്ടൈശ്വര്യ സിദ്ധികൾ ഇവിടെ ഇവർക്ക് സന്യാസിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അഷ്ടൈശ്വര്യ സിദ്ധികൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അതുകൾ സ്വീകരിക്കുന്നില്ല. മനസ്സിന് ചഞ്ചല സ്വഭാവമാണ്. ഇത് നിമിഷവും നിയന്ത്രണം വിടാം. പിന്നെ അതറിഞ്ഞവർ മനസ്സിനെ വിശ്വസിക്കുകയില്ല. പിന്നെ സിദ്ധികൾ മനസ്സിലെ വശീകരിക്കുന്നതാണ്. അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനാണ് അദ്ദേഹം സിദ്ധികൾ പ്രകടിപ്പിക്കാതിരുന്നത് എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് സിദ്ധികൾ കൊണ്ട് ഒരു പ്രത്യേക ആവശ്യവുമില്ല. ശ്രീപരമേശ്വരൻ മോഹിനിയെ കണ്ട് ഭ്രമിച്ചതിനാൽ അദ്ദേഹത്തിന്റെ തപശക്തി കുറെ കാലത്തേക്ക് കുറഞ്ഞു പോയത്രേ. അപ്പോൾ സാധാരണ മനുഷ്യന് മനോനിയന്ത്രണം എത്ര വിഷമമാണെന്ന് നമുക്ക് ഇതിൽ നിന്നും ഊഹിക്കാം. പിന്നെ ഋഷഭദേവൻ ഇപ്രകാരം ലിംഗദേഹത്തിൽ നിന്ന് മുക്തനാണെന്ന് തെളിയിച്ചു. സാധാരണ സ്ഥിതികൾ നേരെ വിപരീതമാണ്. പിന്നെ സ്ഥൂല ശരീരം പോയാലും, അതായത് മരണം സംഭവിച്ചാലും നമ്മുടെ ലിംഗശരീരം പോവില്ല. അദ്ദേഹത്തിന് സ്ഥൂല ശരീരം ഇരിക്കുമ്പോൾ തന്നെ ലിംഗശരീരം ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഇവിടെ ശരീരാഭിമാനം ലവലേശവും ഇല്ലാത്ത ഋഷഭദേവൻ പലയിടത്തും സഞ്ചരിച്ച് അവസാനം കുടകപർവ്വത താഴ്വരയിലെത്തി. അവിടെ കാട്ടുമുളകൾ ഉരഞ്ഞുണ്ടായ അഗ്നിയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ അവതാരത്തിൽ ഭഗവാൻ ഒരു കർമ്മയോഗിയായി ജീവിച്ച് എങ്ങനെ മുക്തിപദം നേടാമെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ പറയുന്നത്, ദേഹത്യാഗത്തിന് ശേഷം ഋഷഭഗവാന്റെ കഥ കേട്ട് ഒരു ചെറിയ കഥ അതിൽ പറയുന്നുണ്ട്. എനിക്ക് അതിനെ കൂടുതൽ എനിക്ക് അറിയില്ല, അത് തിരുമേനിയെ പറയണം. അതായത് ഋഷഭദേവന്റെ കഥ കേട്ട് ദക്ഷിണ കർണാടകയിലെ അർഹൻ എന്നു പേരുള്ളവനും അധർമ്മിയായവനും ആയിട്ട് അഭയപ്രദമായ സ്വധർമ്മം വിട്ട് നീചമായ നാസ്തിക മതം പ്രചരിക്കും എന്ന് പറയുന്നു. കലികാലത്ത് മനുഷ്യാധമന്മാർ ദേവനിന്ദ ചെയ്ത് കലിപ്രേരിതരായി അധർമ്മ പുഷ്ടി വരും വിധം ബ്രാഹ്മണ യജ്ഞ പുരുഷാദികളെ ദുഃഖിപ്പിക്കുന്നവരായി ഭവിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ താമസ ഗുണമുള്ളവനായി തീർന്ന് വേദങ്ങളെ നശിപ്പിക്കും. അന്ധതയിൽപ്പെട്ട് തമസിൽ ചെന്ന് പതിക്കുമെന്നും പറയുന്നു. അത് ഒരു സൂചന അവിടെ 2 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ പറയുന്നത്, ഋഷഭാവതാരം രജോ ഗുണവ്യാപ്തമായ കാമികൾക്ക് ആ മാർഗമല്ല സ്വീകാര്യമെന്നും നിവൃത്തി മാർഗമാണ് ശ്രേഷ്ഠമെന്നും കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ പറയുന്നത്, 7 സമുദ്രങ്ങളുള്ള ഈ ഭൂമിയുടെ 10 ദ്വീപുകളിൽ 9 വർഷങ്ങളിൽ വെച്ച് അധികം പുണ്യമുള്ളത് ഭാരതവർഷമാകുന്നു. കാരണം ഇവിടുത്തെ പ്രജകൾക്ക് ഭഗവാന്റെ കഥകളും പുണ്യലീലകളും സാനന്ദം പാടി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രിയവ്രത വംശത്തിൽ ഋഷഭദേവന്റെ
ശ്രേയസ് കൊണ്ട് ആ വംശത്തിൽ ജനിച്ച ആദിപുരുഷനായ ഭഗവാൻ മോക്ഷഹേതുവായ പരമധർമ്മം അനുഷ്ഠിച്ചു. അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ യോഗമായകളായാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ യോഗമായകളെ തള്ളിക്കളയാൻ ഋഷഭദേവനെ പോലെയുള്ള ശ്രേയസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ എന്നും പറയുന്നുണ്ട്. പിന്നെ ഋഷഭചരിത്രം സവിച്ച പിന്നെ വലത്തെയാണ് അവിടുന്ന് പറയുന്നത്. ഇങ്ങനെ പരമഗുരുവും സർവശേഷനുമായ ഋഷഭദേവന്റെ ദോഷനാശകവും മംഗളവുമായ പരിശുദ്ധ ജീവിതം ഭക്തിയോടെ ഏകാഗ്രമായി കേൾപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ഭഗവാനായ വാസുദേവനിൽ പരമഭക്തി ജനിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ ആധ്യാത്മികാദി താപത്രയങ്ങളിൽ തപിക്കുന്ന ആത്മാവിനെ ഭക്തി പീയൂഷ സാഗരത്തിൽ കുളിപ്പിച്ച് അതുമൂലമുണ്ടാകുന്ന പരമപുരുഷാർത്ഥമായ മുക്തിയെപ്പോലും വിവേകികൾ ഭഗവാന്റെ സ്വന്തമായതുകൊണ്ട് ആപ്തകാമന്മാർ തീരെ ഇച്ഛിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്ന അടുത്തത്, പിന്നെ സർവചരാചരങ്ങളുടെയും രക്ഷകനായ ഭഗവാനായ മുകുന്ദൻ ആദ്യം തന്നെ ഭജിക്കുന്നവർക്ക് മുക്തിയെ കൊടുക്കുന്നു. ഭക്തി ഒരിക്കലും അതുപോലെ കൊടുക്കുന്നില്ല. അവർക്ക് മുക്തിയെ കൊടുക്കുന്നുണ്ട്, എന്നാലും ഭക്തി വളരെ ദുർലഭമായിട്ടാണ് കിട്ടുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിന് ഒരു അവസാനമായിട്ട് പറയുന്നു, നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണാം ശ്രേയസ്യത രചനയാ ചിരസുപ്ത ബുദ്ധേ ലോകസ്യ യകരുണയാ അഭയമാത്മലോകം ആഖ്യാന്നമോ ഭഗവതി ഋഷഭായ തസ്മൈ. അതായത് സ്വയം നിത്യം അനുഭവിക്കുന്ന സ്വരൂപാനന്ദത്താൽ ഒന്നിനും ആഗ്രഹമില്ലാത്ത ഒരാൾ ശരീരാദി ചിന്തയാൽ തങ്ങളുടെ ശ്രേയസിനെ പറ്റി ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ലോകത്തിന് തൻ്റെ കരുണാതിശയത്താൽ അഭയസ്ഥാനമായ ആത്മതത്വത്തെ ഉപദേശിച്ച് ആ പരമഗുരുവായ ഋഷഭദേവനെ നമസ്കരിക്കുന്നു എന്ന് ഇവിടെ ഈ അധ്യായം ഉപസംഹരിക്കുന്നു. നമുക്കും ആ ഭഗവാന്റെ അംശാവതാരമായ ഋഷഭദേവനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ശിരസാ വഹിച്ച് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഇവിടെയും ഭക്തി തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. അത് കിട്ടുവാൻ വളരെ പ്രയാസമാണെന്ന് നാം മനസ്സിലാക്കി. പിന്നെ വിവേക ചൂടാമണിയിലും ഭക്തിയുടെ മഹാത്മ്യം പറയുന്നു. മോക്ഷസാധക സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി സ്വരൂപാനുസന്ധാനം ഭക്തി ഇത്യാദി അഭിധീയത എന്ന് പറയുന്നുണ്ട്. തീവ്രേണ ഭക്തിയോഗേന സമാധിരൂപയോഗേന ജ്ഞാനയോഗേന സ്വരൂപാനുസന്ധേന മുക്തിയെ പ്രാപിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കപില ഭഗവാനും പറഞ്ഞിരുന്നത്. ഭഗവാന്റെ അംശം തന്നെയാണല്ലോ കപില ഭഗവാനും. പിന്നെ ഭഗവത് ഭക്തി സ്പീത ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗകം നഖലു ഹൃദി സന്ധിക്കണിക എന്ന് ഇവിടെ നാരായണ ഭട്ടതിരിയും പറയുന്നുണ്ട്. അതായത് ഭഗവാന് ഭക്തി വളർത്താൻ സകല ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും ശമിക്കാൻ കഴിയുമെന്ന് ഭട്ടതിരിപ്പാരും നാരായണീയത്തിൽ പഠിക്കുന്നു. പിന്നെ കൂടുതൽ ഈശ്വരനാമങ്ങൾ ജപിച്ച് ഉപവസിക്കുക, പിന്നെ ഭഗവാന്റെ അടുത്ത് നിൽക്കുക. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുമേനിക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അതായത് ഇന്നു രാവിലെ മനുതിരുമേനിയുടെ ആചാര്യമൊഴികളിലൂടെ നാം ശ്രവിച്ച ആ ജഗത്കാരണമായ ആ സത്യസ്വരൂപം തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്നത് എന്ന സത്യത്തെ അറിഞ്ഞാൽ ഒരു കാലത്തും ദുഃഖമുണ്ടാവുകയില്ല എന്ന ആ തിരിച്ചറിവ് തന്നെയാണ് മുക്തിയായി തീരുന്നത്. സർവ്വ ദുഃഖങ്ങൾക്കും നിവൃത്തിയാകുന്നത് ഉപാസനയിലൂടെ ഈ ലോകം മുഴുവൻ നന്മ നിറയ്ക്കുന്ന തിരുമേനിയുടെയും അച്ഛൻ തിരുമേനിയുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവത് പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ പ്രകരണം ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് എന്തൊക്കെയോ മനസ്സിൽ തോന്നിപ്പിച്ചത് പറഞ്ഞു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ തവണയും നമുക്ക് വിശാലാക്ഷിയമ്മ ഏതെങ്കിലും ഒരു പ്രകരണം, ഏറ്റവും ഇഷ്ടം കഥയെക്കാളും കൂടുതൽ തത്വമാണ്. അതാണ് വേണ്ടതും
വേണ്ടാത്തവരാണ് കൂടുതലും. പക്ഷേ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ കൂടുതലും പഠിക്കുന്നത് അതിൻ്റെ വേദാർത്ഥങ്ങൾ തത്വാർത്ഥങ്ങൾ പഠിച്ച് അതിലൂടെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തത്വത്തെ ജീവിതത്തിലേക്ക് പകർത്തണം എന്നുള്ളൊരു മോഹം. തീർച്ചയായിട്ടും വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റെ ശിഷ്യയും കൂടിയാണ്. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു തത്വജിജ്ഞാസ നമുക്ക് അമ്മയുടെ വാക്കുകളിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിക്കും. വളരെയധികം ജ്ഞാനപ്രദമായിരുന്നു എന്ന് തന്നെ പറയാം, യാതൊരു സംശയവുമില്ല. 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് വേണ്ട പോലെ അത് ഉദ്ധരിച്ച് പറഞ്ഞു തന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും എന്നും നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ ആ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ഉത്സാഹം പ്രായമായവർക്കാണ്. അവർക്കാണ് സമയമില്ലതാനും. ചെറുപ്പക്കാർക്കാണ് ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടും അവര് അല്ലേ മറിഞ്ഞു നടക്കുക. എൻ്റെ അവസാനമാകുമ്പോഴാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ പഠിക്കായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ശാലാക്ഷിയമ്മയൊക്കെ പല കൃതികളും ശോഭൻ സാറിൻ്റെ അടുത്ത് നിന്ന് പല ഓൺലൈനിലായിട്ട് ഇത്ര സൗകര്യമായപ്പം വേണ്ട പോലെ അത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ധാരാളം കാവ്യങ്ങൾ, മറ്റ് സംസ്കൃത പഠനങ്ങൾ ഒക്കെ ആസ്വദിച്ച് പഠിക്കുക. നമുക്ക് വിചാരിക്കുക, ഈ പ്രായത്തിൽ ഇനി പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും PhD എടുക്കാനാണോ? അല്ല, പിന്നെന്താണ്? വേറൊന്നുമല്ല, ഈ ജന്മം, മനുഷ്യജന്മത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ. ഉള്ള ഈ ജന്മം കൊണ്ട് നമ്മൾ വെറുതെ പറയുന്നില്ലേ, കുൽസിത കഥകൾ അല്ലേ എന്ന് പറയുന്ന പോലെ, ആ കുൽസിത കഥകളിലേക്ക് എൻ്റെ ശ്രദ്ധ പോകാതെ ഇത് തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു വാശിയോടുകൂടി പഠിക്കുന്ന ഒരു സമ്പ്രദായം വളരെയധികം നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരു മാതൃകയാണ്. അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ധാരാളം കാലം അമ്മയ്ക്ക് ഇനി പാടാനും അതുപോലെ തന്നെ ഈ പാരായണം ചെയ്യാനും പ്രഭാഷണം ചെയ്യാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആരോഗ്യം കൊടുക്കട്ടെ, ആയുസ് കൊടുക്കട്ടെ, വേദികൾ കൊടുക്കട്ടെ, എല്ലാം വേണ്ട പോലെ സാധനകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുന്നു.